മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ 2 പതിറ്റാണ്ടിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരാൻ കളമൊരുങ്ങുകയാണ്. സ്വന്തം തട്ടകമായ വിദിശയിലാണ് മധ്യപ്രദേശുകാരുടെ മാമാജി ജനവിധി തേടുന്നത്. 80കളിലെ മുൻ MP പ്രതാപ് ബാനു ശർമ്മയെ കോൺഗ്രസ് ഇറക്കിയിട്ടുണ്ടെങ്കിലും ഏകപക്ഷീയമായി മത്സരമെന്ന് വിലയിരുത്തപ്പെടുന്ന BJPയുടെ വിദിശ ബന്ധത്തെപ്പറ്റി ദീപു രേവതിയുടെ റിപ്പോർട്ട്. BJPയുടെ സ്വന്തം മണ്ഡലമാണ് വിദിശ. 89 മുതൽ BJP കയ്യിൽ വയ്ക്കുന്ന മണ്ഡലം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വന്തം വിദിശ. 2009ലും 2014ലും സുഷമ സ്വരാജിനെ വിജയിപ്പിച്ച മണ്ഡലം. ശിവരാജ് സിംഗ് ചൌഹാന്റെ ഹോം ടർഫ് എന്ന് വിശേഷിപ്പിക്കാം. വാജ്പേയിയുടെ പിൻഗാമിയായിട്ട് 91ലാണ് വിദിശയിൽ നിന്നും ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ എത്തുന്നത്. പിന്നീട് 91 മുതൽ 2004 വരെ ശിവരാജ് സിംഗ് ചൌഹാന്റെ തേരോട്ടമായിരുന്നു വിദിശ കണ്ടത്. 2005ൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാകാനാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വിദിശയിലെ MP സ്ഥാനം രാജിവെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 230 സീറ്റുകളിൽ 163 BJPക്ക് നേടിക്കൊടുത്ത് മിന്നും വിജയം. ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിട്ടും മുഖ്യമന്ത്രിയായില്ല. മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയതോടെ ശിവരാജ് സിംഗ് ചൌഹാന്റെ ഇനിയുള്ള സ്ഥാനം എന്തെന്നത് ഏറെ ചർച്ചയായിരുന്നു. 20 വർഷത്തിനു ശേഷം മാമാജി തിരികെ എത്തുകയാണ്. കേവലം ഒരു ലോക്സഭ MP ആകാനല്ല, ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തനാകാൻ. വലിയ ആഘോഷപൂർവ്വമാണ് പ്രചാരണം നടക്കുന്നത്. ലും 84ലും വിദിശയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള പഴയ പടക്കുതിര പ്രതാപ് ബാനു ശർമ്മയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. എന്നാൽ 2019ൽ 66.23% വോട്ട് നേടി BJP നേടിയ മണ്ഡലം ഇനിയും കൈവിടില്ല എന്നതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. രമാകാന്ത് ഭാർഗവ് 2019ൽ 5,03,084 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത്. കോൺഗ്രസിന് വലിയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ വയ്ക്കുന്നില്ല. BJP അധികാരത്തിലെത്തിയാൽ ശിവരാജ് സിംഗ് ചൌഹാൻ താക്കോൽ സ്ഥാനത്തേക്ക് എത്തുമെന്നത് മാത്രമാണ് വിദിശയിലെ ചർച്ച.